മഹാകുംഭമേളയാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് സബ്ജക്ട്. അതിപ്പോ സോഷ്യൽ മീഡിയയിലും മറ്റെല്ലായിടത്തും കുംഭമേളമയമാണ്. നമ്മുടെ നാട്ടിൽ നിന്നടക്കം ധാരാളം ആളുകൾ കുംഭമേളയിൽ പങ്കെടുക്കാനായിട്ട് പോയിട്ടുണ്ട്. ഞാൻ അത്തരത്തിലുള്ള കുറെ ആൾക്കാരായിട്ട് സംസാരിച്ച സമയത്ത് ഒരു 4-5 തോട്ട് പ്രോസസ്സിന്റെ ബേസിസിലാണ് ആളുകൾ കുംഭമേളയ്ക്ക് പോകുന്നത്. ഒന്ന് 144 വർഷം കൂടുമ്പോഴുണ്ടാകുന്ന മഹാകുംഭമേളയാണ്. അപ്പൊ നമ്മുടെ ആയുസ്സിൽ ഇനി എങ്ങനെ ഒരു അവസരം കിട്ടാനില്ല. അപ്പൊ എന്തായാലും അതിലൊന്ന് പോയി പങ്കെടുക്കുക, അത്തരത്തിലുള്ള ഒരു സുഹൃതം നേടുക എന്നുള്ള ഒരു ചിന്താഗതിയുടെ പുറത്ത് കുംഭമേളയ്ക്ക് പോകുന്ന ആൾക്കാർ ധാരാളമുണ്ട്. സ്പിരിച്വലി അതുപോലെ തന്നെ വിശ്വാസത്തിന്റെയും ബേസിസിലുള്ള എൻലൈറ്റ്മെന്റിന് വേണ്ടിയിട്ട് കുംഭമേളയ്ക്ക് പോകുന്ന ആൾക്കാർ ധാരാളമായിട്ടുണ്ട്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ, അതായത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കാണുന്ന റീല്, പോസ്റ്റ്, വീഡിയോ ഇതൊക്കെ കണ്ടിട്ട് അത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം, അതൊക്കെ ഒന്ന് പോയി കണ്ട് അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി 1-2 വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത് സെൽഫിയൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് കുംഭമേളയ്ക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ഇനി അവിടെ എന്തെങ്കിലും കൊനിഷ്ഠ കണ്ടെത്താൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് കുംഭമേളയ്ക്ക് പോകുന്നവരും ധാരാളമായിട്ടുണ്ട്. 50 കോടി ആൾക്കാർ ഇതിനോടകം തന്നെ സ്നാനം കഴിച്ചു എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ശിവരാത്രിയുടെ അന്ന് കുംഭമേള പര്യവസാനിക്കുകയും ചെയ്യും. ഇപ്പോ അഖിലേഷ് യാദവ് അടക്കമുള്ള മറ്റേ രാഷ്ട്രീയക്കാരടക്കം ഗവൺമെന്റിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഡേറ്റ്സ് നീട്ടണമെന്നാണ്. അത്രയും വലിയ തിരക്കാണ് കുംഭമേളയ്ക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈയിടെ കുംഭമേളയ്ക്ക് പോയ 1-2 ആൾക്കാരായിട്ട് സംസാരിച്ച സമയത്ത് എന്താണ് കുംഭമേള എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലിയർ പിക്ചർ നമ്മുടെ ആളുകൾക്ക് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ എനിക്കും അത് പൂർണ്ണമായിട്ടുണ്ട് എന്നല്ല, കുറെയൊക്കെ വായിച്ചതിൽ നിന്നും കുറെ ആൾക്കാരായിട്ട് സംസാരിച്ചതിൽ നിന്നും അവിടെ പോയിട്ട് ചില ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിച്ചതിൽ നിന്നൊക്കെ കിട്ടിയ ചില അറിവുകൾ ഈ കുംഭമേളയെ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട്, കുറച്ചുകൂടെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോൺസെപ്ച്വൽ ആയിട്ട് എങ്ങനെ നമുക്ക് കുംഭമേളയെ നോക്കിക്കാണാം, എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ എന്റെ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ ബേസിക്കലി നമ്മുടെ നാട്ടില് ഈ പാലാഴി മഥനവുമായിട്ട് ബന്ധപ്പെട്ട കഥയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് കുംഭമേളയെ നമ്മൾ അറിയുന്നത്. 3 കഥകളാണ് അത് പ്രചരിക്കുന്നത്. അതിൽ ആദ്യത്തെ കഥ എന്ന് പറയുന്നത് പാലാഴി മഥനം കഴിഞ്ഞ് ധന്വന്തരി അമൃതകുംഭവുമായിട്ട് വന്നുവെന്നും അത് ആദ്യം അസുരന്മാര് കൈക്കലാക്കിയെന്നും പിന്നീട് മോഹിനി രൂപം പൂണ്ട ഭഗവാൻ വിഷ്ണു ഈ അമൃതകുംഭം അസുരന്മാരുടെ കൈകളിൽ നിന്ന് കൈക്കലാക്കി പോകുന്ന സമയത്ത് ഈ അമൃതകുംഭത്തിൽ നിന്ന് 4 തുള്ളി അമൃത് ഭൂമിയിലേക്ക് പതിച്ചു എന്നും അത് വീണത് ആദ്യം ഹരിദ്വാറിലും പ്രയാഗിലും നാസിക്കിലും ഉജ്ജയിനിലുമാണ് എന്നാണ് വിശ്വാസം. ഇത് തന്നെ വിഷ്ണു അമൃത് കുംഭം ഗരുഡനെ ഏൽപ്പിച്ചെന്നും ഗരുഡൻ അമൃത കുംഭവുമായിട്ട് പറക്കുന്ന സമയത്ത് ഈ 4 സ്ഥലത്തും അമൃത് വീണു എന്നും ഒരു കഥയുണ്ട്. ഇതുകൂടാതെ ദേവേന്ദ്രന്റെ മകനായിട്ടുള്ള ജയന്തൻ ഈ അമൃതകുംഭം ധന്വന്തരിയിൽ നിന്ന് കൈക്കലാക്കി ഓടി എന്നും അദ്ദേഹത്തിന്റെ പുറകിൽ സൂര്യഭഗവാന്റെ മകനായിട്ടുള്ള ശനി, ബൃഹസ്പതി, വ്യാഴം, അതുപോലെ തന്നെ ചന്ദ്രൻ എന്നിവർ അനുഗമിച്ചു എന്നും ജയന്തൻ ഈ അമൃതകുംഭവുമായിട്ട് 12 ദിവസം ഓടി എന്നും ഈ ദേവന്മാരുടെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യന്റെ ഒരു വർഷം എന്നുള്ളത് കൊണ്ട് തന്നെ അത് 12 വർഷമായിട്ട് ഭൂമിയിൽ പരിണമിച്ചു എന്നും ഒരു കഥയുണ്ട്. അപ്പോ ഈ 3 കഥയിലും അമൃത് ഡിപ്പ് ചെയ്തു എന്നും അത് ഹരിദ്വാറിലും നമ്മുടെ പ്രയാഗിലും ഉജ്ജയിനിലും നാസിക്കിലുമാണ് ഡിപ്പ് ചെയ്തത് എന്നാണ് വിശ്വാസം. ഈ 4 സ്ഥലത്തിന്റെയും ഒരു റിലവൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ 4 സ്ഥലവും നദിക്കരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ ഹരിദ്വാർ എന്ന് പറയുന്നത് ഗംഗയുടെ മടിത്തട്ടിലാണ്. പ്രയാഗ്രാജ് എന്ന് പറയുന്നത് ത്രിവേണി സംഗമ ഭൂമിയാണ്. ഗംഗയും യമുനയും അദൃശ്യമായിട്ട് സരസ്വതിയും സംഗമിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഭൂമിയിലാണ് പ്രയാഗ്രാജ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഉജ്ജയിൻ ക്ഷിപ്ര നദിയുടെ തീരത്താണ് ഉജ്ജയിൻ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ദക്ഷിണകാശി എന്ന് വിശേഷിപ്പിക്കുന്ന നാസിക്, ദക്ഷിണ ഗംഗ എന്ന് വിശേഷിപ്പിക്കുന്ന ഗോദാവരി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് കുംഭമേളയെ നമ്മൾ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് കുംഭമേള എന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഒരു സെന്റൻസിലൊക്കെ ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ജ്യോതിശാസ്ത്രപരമായിട്ടും വിശ്വാസപരമായിട്ടും ആത്മീയപരമായിട്ടുമുള്ള ഏറ്റവും വലിയ, ലോകത്തെ ഏറ്റവും വലിയ ഒത്തുചേരലാണ് കുംഭമേള എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിന് ഞാൻ ഈ പറഞ്ഞ 3 ആസ്പെക്ട് പ്രകാരം അതിന്റെ റിലവൻസ് ഉണ്ട്. ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള റിലവൻസ് ഉണ്ട്, ആത്മീയപരമായിട്ടുള്ള റിലവൻസ് ഉണ്ട്, അതുപോലെ തന്നെ വിശ്വാസപരമായിട്ടുള്ള റിലവൻസും കുംഭമേളയ്ക്ക് ഉണ്ട്.
നോക്കൂ, 50 കോടിയിലധികം ആൾക്കാർ സ്നാനം നടത്തി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അമേരിക്കയുടെ ടോട്ടൽ പോപ്പുലേഷൻ പോലും 33 കോടി ആൾക്കാരാണുള്ളത്. അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ വിശ്വാസങ്ങളെ ഫോളോ ചെയ്യുന്ന, വിവിധ ജാതിയിൽപ്പെട്ട, വിവിധ മതത്തിൽപ്പെട്ട, വിവിധ വർണ്ണത്തിൽപ്പെട്ട കോടാനുകോടി ആളുകൾ ഒരു സ്പോട്ടിലേക്ക് വരികയും അവിടെ എല്ലാവരും ഒരേ ആചാരം അനുഷ്ഠിക്കുകയും അവിടെ മറ്റൊരു ആസ്പെക്റ്റിനെയും അല്ലെങ്കിൽ മറ്റൊരു ആചാരത്തെയും മറ്റൊരു വിശ്വാസത്തെയും മറ്റൊരു മതത്തെയും അവഹേളിക്കാതെയോ അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ചടങ്ങുകളും നടത്താതെ എല്ലാവരും എന്താ പറയുക, വളരെ ഐക്യത്തോടു കൂടിയിട്ട്, വളരെ സമാധാനത്തോടു കൂടിയിട്ട് ഒരു പോയിന്റിൽ വരികയും അവരുടെ എല്ലാം മറന്നുകൊണ്ട് ഒന്നായിട്ടുള്ള ഭാവത്തിൽ എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ട് ആ ഡൈവേഴ്സിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ അതിന്റെ ഭാഗമായിട്ട് മോക്ഷത്തിന് വേണ്ടിയിട്ട്, ഈ ലോകത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, സമാധാനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള ചടങ്ങുകൾ അനുഷ്ഠിക്കുകയും ചെയ്ത് തിരിച്ചു പോവുക എന്ന് പറയുന്നത്, അത് നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ മറ്റ് പാശ്ചാത്യരെ സംബന്ധിച്ചോ ലോകത്തിന്റെ മറ്റേത് ഭാഗങ്ങളിലുള്ള ആൾക്കാരെ സംബന്ധിച്ചോ ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത അത്ര വലിയൊരു ചടങ്ങാണ്. 50 കോടിയിലധികം ആൾക്കാരാണ് അവിടെ ഈ പറയുന്ന സമയം കൊണ്ട് സ്നാനം കഴിച്ച് പോയത് എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ്. ഈ 50 കോടി ആൾക്കാരും അവിടെ വന്നിട്ട് ഞാനാണ് ശരിയെന്നും ഞാൻ മാത്രമാണ് ശരിയെന്നും പറഞ്ഞില്ല. അവരാരും അവരുടെ ആചാരങ്ങൾ മാത്രം ആണ് ശരിയെന്നും മറ്റുള്ള എല്ലാവരും തെറ്റാണ് എന്ന് അല്ലെങ്കിൽ അതിനെ അവഹേളിക്കാനോ വേറൊന്നും ചെയ്യാനോ നിന്നില്ല. അവര് വരുന്നു, അതിനെ ഉൾക്കൊള്ളുന്നു, ആ പുണ്യം നുകരുന്നു, അല്ലെങ്കിൽ ആ മോക്ഷത്തിന് വേണ്ടിയിട്ട് ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും തിരിച്ചു പോവുകയും ചെയ്യുന്നു. ഇത് ഈ സനാതന ധർമ്മത്തിനല്ലാതെ മറ്റാർക്കാണ് ഇത്രയും വലിയൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഒരു എന്താ പറയുക, ഒരു കണ്ടന്റ് ലോകത്തിന് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത് നമ്മൾ വളരെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഈ നാട്ടിൽ ജനിച്ചതും ഇത് ഫോളോ ചെയ്യുന്ന ആൾക്കാർ എന്നുള്ള നിലയ്ക്ക് വലിയ അഭിമാനം തോന്നുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇന്ന് നമ്മൾ ഈ കാണുന്ന കുംഭമേളയുടെ ഒരു രൂപം, അതിന്റെ ഒരു ആർക്കിടെക്ട് അല്ലെങ്കിൽ ഒരു ഡിസൈനർ, അത് നമ്മൾക്ക് വളരെ അഭിമാനത്തോടു കൂടിയിട്ട് പറയാം അതൊരു മലയാളിയാണ്. അപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 50-60 കോടി ആൾക്കാർ വന്ന് അനുഷ്ഠിച്ചു പോകുന്ന ലോകത്തെ ഏറ്റവും വലിയ ഗാദറിങ്ങിന്റെ ആർക്കിടെക്ട് അത് മലയാളിയായിട്ടുള്ള അറിവുകൊണ്ട് ലോകത്തെ സർവജ്ഞപീഠം കയറിയ, ലോകം കീഴടക്കിയ ആദിഗുരു ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യരാണ്. അദ്ദേഹമാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന കുംഭമേളയെ ഈ തരത്തിൽ, അതിനു മുമ്പും കുംഭമേള ഉണ്ടായിരുന്നു, അതിനു മുമ്പും ഈ സനാതന ധർമ്മത്തിന്റെ ഭാഗമായിട്ട് സന്യാസിവര്യന്മാരുണ്ടായിരുന്നു, നാഗസാധുക്കൾ ഉണ്ടായിരുന്നു. അലക്സാണ്ടറൊക്കെ നമ്മളുടെ ഇന്ത്യയെ ആക്രമിക്കുന്ന സമയത്ത് നാഗസാധുസ് അദ്ദേഹത്തെ നേരിട്ടതായിട്ട് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അപ്പൊ അത്രയും പഴക്കമുണ്ട് ഇവരുടെയൊക്കെ ഒരു ഹിസ്റ്ററിക്ക്. അപ്പൊ പക്ഷെ ഒരു BC ഒരു 5-ാം നൂറ്റാണ്ട് എനിക്ക് തോന്നുന്നത് ആ ബുദ്ധമതം മറ്റേ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് വ്യാപിച്ച ആ ഒരു സമയത്ത് ഇന്ത്യ എന്ന് പറയുന്നത്, ഭാരതം ഒരുപാട് ഫോറിൻ ഇൻവേഷൻസും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും നേരിട്ടിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ഈ ഒരു BC 5-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിലൊക്കെയാണ് ഈ ബുദ്ധമതം പ്രചരിക്കുന്നത്. അതിനുശേഷം പിന്നീട് BC ഒരു 4-ാം നൂറ്റാണ്ട് 300 സംതിങ്ങിലൊക്കെയാണ് അശോക ചക്രവർത്തി കലിംഗ യുദ്ധത്തിന് ശേഷം ആ യുദ്ധഭൂമിയിൽ നിന്ന് അദ്ദേഹം മനസ്സ് വല്ലാതെ നോവേറ്റ് പിന്നീട് ബുദ്ധ മതത്തിന്റെ പ്രചാരകനായിട്ട് മാറുകയും ആ ഒരു കാലഘട്ടത്തില് ശ്രീലങ്ക, ഇന്ത്യ, അതുപോലെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ചൈന, ഇപ്പോഴത്തെ ബംഗ്ലാദേശ്, മ്യാൻമാർ, ജപ്പാൻ തുടങ്ങിയിട്ട് ഈ ഏഷ്യയുടെ ഒരു മേജർ പോർഷനിലും ബുദ്ധമതം വല്ലാതെ പ്രചരിക്കുകയുണ്ടായി. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ സനാതന ധർമ്മത്തിനും ഹിന്ദുമതത്തിനും കാര്യമായിട്ടുള്ള ഒരു ത്രട്ട് ആ സമയത്ത് നേരിടുകയും ബുദ്ധമതം ഇന്ത്യയിലും അയൽവക്കത്തെ എല്ലാ രാജ്യത്തും ഒട്ടാകെ വ്യാപിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ സനാതന ധർമ്മത്തിന് വലിയ ക്ഷതമേറ്റിട്ടുള്ള ഒരു പീരീഡാണ് ആ ഒരു 1000 വർഷം അല്ലെങ്കിൽ ഒരു 800 വർഷം എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം.
പിന്നീട് ശങ്കരന്റെ കാലഘട്ടം എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നത് AD 8-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ടൊക്കെയാണ് ശ്രീ ശങ്കരാചാര്യരുടെ കാലഘട്ടം വരുന്നത്. ആ ഒരു സമയമായപ്പോഴേക്കും നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ഈ ഭൂമുഖത്ത് ഈ സനാതനധർമ്മം, ഹിന്ദു ധർമ്മം എന്ന് പറയുന്നത് വല്ലാതെ ഈ കുറഞ്ഞു വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഈ സനാതനധർമ്മത്തെ റീക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോഴും കുറെ ആൾക്കാർ ഇത് അനുഷ്ഠിക്കുന്നുണ്ടായിരുന്നു, അവരെ അത് റീക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയ വലിയ ഇടപെടലാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന രൂപത്തിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചത്. നമുക്ക് വലിയ ഒരു കടപ്പാട് ഈ സനാതനധർമ്മം ഇങ്ങനെ നിലനിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് രണ്ടുപേരോടാണ് എന്നാണ് ഞാൻ എപ്പോഴും പറയാറ്. അതിലൊന്ന് ശങ്കരാചാര്യരാണെങ്കിൽ രണ്ടാമത് സ്വാമി വിവേകാനന്ദനാണ്. അപ്പോൾ അദ്ദേഹം ശങ്കരാചാര്യരെ അറിവുകൊണ്ട് അദ്ദേഹം ഭാരതത്തിലുടനീളം സഞ്ചരിക്കുകയും വളരെ വലിയ ഡിബേറ്റുകളിൽ പങ്കെടുക്കുകയും അങ്ങനെ എല്ലാത്തിനെയും ഉൾക്കൊള്ളണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ അദ്വൈതം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചിന്താഗതിയായിരുന്നത്. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭാരതത്തിൽ ഉടനീളം സഞ്ചരിക്കുകയും വലിയ ഡിബേറ്റുകൾ നടത്തുകയും അങ്ങനെ ഒരുപാട് ആളുകളെ തിരിച്ച് ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഈ നമ്മളുടെ സനാതനധർമ്മം ഭൂമിയിൽ നിലനിൽക്കുവാൻ വേണ്ടിയിട്ട് 4 മഠങ്ങൾ സ്ഥാപിച്ചു. വേദങ്ങൾ, ഓരോ വേദങ്ങളെയും പ്രൊക്ലെയിം ചെയ്യാനും അതുപോലെ തന്നെ അതിനെ പ്രീച്ച് ചെയ്യാനും അതിനെ വീണ്ടും എല്ലായിടത്തേക്കും എത്തിക്കുവാനും വേണ്ടിയിട്ട് ആ ഒരു ഉദ്ദേശം വെച്ചിട്ട് അദ്ദേഹം 4 മഠങ്ങൾ സ്ഥാപിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അത് ഒന്ന് നമ്മളുടെ പുരിയിലാണ്, ഒറീസയിലെ പുരിയിലാണ്. 2 നമ്മളുടെ കർണാടകയിലുള്ള ചിക്കമാംഗ്ലൂരിനടുത്തുള്ള ശൃംഗേരിയിലാണ്. 3ാമത്തത് ദ്വാരകയിലും 4ാമത്തത് ബദ്രീനാഥിലുമാണ്. അപ്പൊ അങ്ങനെ 4 വേദങ്ങൾക്ക് വേണ്ടി അദ്ദേഹം 4 മഠങ്ങൾ സ്ഥാപിച്ചു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹം ഈ ഇന്ത്യയുടെ 4 ഭാഗത്ത് 4 മഠങ്ങൾ സ്ഥാപിക്കുകയും 4 വേദങ്ങൾക്ക് വേണ്ടിയിട്ട് ആ മഠങ്ങൾ നിലനിൽക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ മഠങ്ങൾ ഈ വേദങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്നുള്ള രീതി നടപ്പാക്കുകയും ചെയ്തു. അപ്പൊ അന്ന് ആ ഒരു സമയത്ത് ധാരാളമായിട്ടുള്ള ആക്രമണങ്ങൾ ഈ ധർമ്മത്തിനെതിരെ, ഈ മതം എന്ന് ഞാൻ പറയാറില്ല, ഈ ധർമ്മത്തിനെതിരെ നേരിടുന്ന ഒരു സമയമാണ്. അപ്പൊ ആ ഒരുപാട് ഇത്തരത്തിലുള്ള ത്രട്ടുകൾ നേരിടുന്ന സമയത്ത് കേവലം ഇത് പ്രീച്ച് ചെയ്യാനും ഇത് പഠിക്കാനും ഇത് നാട്ടില് പ്രചരിപ്പിക്കാനും മാത്രം ആളുണ്ടായാൽ പോരാ, ഇതിന് നേരെയുള്ള ആക്രമണങ്ങളെ തടയാനും ആൾക്കാർ വേണം എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ദീർഘവീക്ഷണമാണ് ഈ അഖാഡകളെ സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം ആ ഒരു തോട്ട് പ്രോസസ് വെച്ചിട്ടാണ് അദ്ദേഹം ഈ അഖാഡകളെ സ്ഥാപിക്കുന്നത്. അദ്ദേഹം ഏതാണ്ട് 13 അഖാഡകളെ സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ അഖാഡ എന്ന് പറയുന്നത് ഈ ജപ്പാനിലെ സാമുറായി ഒക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്ത് ചിന്തിക്കാം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെ അദ്ദേഹം അഖാഡകളെ സ്ഥാപിക്കുകയും ഈ അഖാഡയിൽ ഉള്ള ഋഷിവര്യന്മാര് അല്ലെങ്കിൽ സാധുക്കൾ, അവര് മാർഷൽ ആർട്സ് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി കളരി തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള അത്തരത്തിലുള്ള ഫിസിക്കൽ കൂടിയായിട്ട് ഉള്ള ചില കാര്യങ്ങൾ ചെയ്യുകയും ഒരുപാട് ഇത്തരത്തിൽ നമ്മളുടെ ധർമ്മം സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങൾക്ക്, അതിപ്പോ മഠങ്ങള്, അമ്പലങ്ങള് തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾക്ക് എതിരെയുള്ള വലിയ ആക്രമണങ്ങളെയൊക്കെ ചെറുക്കുന്നതിൽ ഈ പറയുന്ന സാധുക്കള് പങ്കെടുത്തതായിട്ടും നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഈ വേദങ്ങളും ഉപനിഷത്തുകളും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് മഠങ്ങൾ സ്ഥാപിക്കുകയും ആ മഠങ്ങളും ക്ഷേത്രങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അഖാഡകളെ സ്ഥാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജൂന അഖാഡയൊക്കെ അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ഇന്ത്യയിലെ ഉടനീളം ഇത്തരത്തിലുള്ള അഖാഡകളെ സ്ഥാപിക്കുകയും 4 സ്ഥലത്തായിട്ട് ഈ മഠങ്ങൾ സ്ഥാപിക്കുകയും നമ്മളുടെ സനാതനധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഇതിങ്ങനെ നമ്മളുടെ രാജ്യത്തെ ഡിഫറന്റ് ആയിട്ടുള്ള പോയിന്റുകളിൽ ഇങ്ങനെ ഇത് സ്ഥാപിച്ച് അവിടെ അവരുടേതായിട്ടുള്ള പ്രാദേശികമായിട്ട് അങ്ങനെ അങ്ങോട്ട് കഴിച്ചുകൂട്ടി പോയി കഴിഞ്ഞാല് കുറച്ചു കാലം കഴിയുമ്പോൾ ഇവരൊക്കെ ഡിഫറന്റ് ആയിട്ട് തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുള്ള
വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇവർക്ക് ഗ്യാദർ ചെയ്യാൻ ഒരു ഇവന്റ് വേണം. ആ ഗ്യാദർ ചെയ്യുന്ന സ്ഥലത്ത് അവര് എത്തിക്കഴിഞ്ഞാൽ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടണം. അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആചാരങ്ങൾ അവിടെ, വർഷിപ്പുകൾ അവിടെ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എല്ലാത്തിനെയും ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സനാതന ധർമ്മത്തിന്റെ ഏറ്റവും കാതലായിട്ടുള്ള ആശയം തന്നെ അതാണ്. ആ ഇൻക്ലൂസീവ് ആയിട്ടുള്ള രീതിയിലേക്ക് ഇത് മാറാനുള്ള ഒരു അവസരം കൂടെ ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് ഈ ത്രിവേണി സംഗമ ഭൂമിയെ അദ്ദേഹം തെരഞ്ഞെടുത്തത്. ഈ ത്രിവേണി സംഗമ ഭൂമിയായിട്ടുള്ള അലഹബാദ്, പണ്ട് പ്രയാഗ്രാജ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഇപ്പൊ പിന്നീട് അലഹബാദായി. ഔറംഗസേബിന്റെ കാലഘട്ടത്തിൽ അവിടെ വലിയ ഇൻവേഷൻ നടക്കുകയും അത് അലഹബാദായിട്ട് മാറുകയും ഇപ്പൊ വീണ്ടും പ്രയാഗ്രാജ് എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലം തെരഞ്ഞെടുക്കുന്നതിന് ജ്യോതിശാസ്ത്രപരമായിട്ട് വലിയ പ്രത്യേകതകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഇപ്പോ നമുക്ക് സോഷ്യൽ മീഡിയയും മറ്റു മീഡിയയും കലണ്ടറും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിലും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പും മെസപ്പൊട്ടോമിയൻ കാലഘട്ടത്തിൽ പോലും ഈ അന്നത്തെ കോയിൻസിന് പോലും മോഹൻജദാരോ ഒക്കെ ഉള്ള ആ കാലഘട്ടത്തിൽ പോലത്തെ അവിടുത്തെ അന്നത്തെ കോയിൻസിൽ പോലും നാഗസാധുക്കളുടെ മറ്റേ ചിത്രം ആലേഖനം ചെയ്തു എന്നും ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ ഇത് ചരിത്രാതീത കാലം തൊട്ടേ ഉള്ള ഒരു ഫംഗ്ഷനാണ്. അതിനെ ഈ ഒരു തരത്തിൽ ഒരു സ്ഥലത്ത്, ഇന്ത്യയിലെ ഡിഫറന്റ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്നുള്ള ആൾക്കാർ എത്തുകയും അവർക്ക് വേണ്ടതായിട്ടുള്ള ബഹുമാനം കൊടുക്കുകയും അവരുടെ ഫംഗ്ഷൻ അവിടെ നടക്കുകയും അങ്ങനെ എത്തിച്ചേരുന്ന ആൾക്കാർ ചർച്ച ചെയ്യുകയും അവിടെ ടൈം സ്പെൻഡ് ചെയ്യുകയും ഒരുമിച്ച് ഒന്നായിട്ട് കുറച്ച് ദിവസം അവിടെ സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കുംഭമേളയുടെ ഏറ്റവും വലിയ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഫോളോ ചെയ്ത് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ കുംഭമേള നടക്കാൻ എന്താണ് കാരണം? ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള കാരണമുണ്ട്. അതല്ലാതെ ആ സ്ഥലത്തിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അതൊരു ത്രിവേണി സംഗമ ഭൂമിയാണ്. അപ്പോൾ ആ ഒരു പോയിന്റിനെ സെലക്ട് ചെയ്തുകൊണ്ട് ജ്യോതിശാസ്ത്രപരമായിട്ട് ആ ഒരു പോയിന്റിന്, ആ ഒരു സമയത്തിന് വലിയ പ്രത്യേകതകളുള്ള സമയമാണ്. ആ സമയത്ത് ഇത് ഡിസൈൻ ചെയ്യുകയും ഈ ഗ്യാതറിങ്ങിന് വേണ്ടതായിട്ടുള്ള ഒരു വലിയ ഒരു എന്താ പറയുക ഒരു ക്യാൻവാസ് ഒരുക്കുകയും ചെയ്തത് ശ്രീമാൻ ശങ്കരാചാര്യരാണ്. പിന്നെ എന്താണ് ആ സ്ഥലത്തിന്റെ പ്രത്യേകത, എന്താണ് ആ സമയത്തിന്റെ പ്രത്യേകത, ഏത് സമയത്താണ് പ്രയാഗിൽ കുംഭമേള വരുന്നത്, ഏത് സമയത്താണ് നാസിക്കിലും ഉജ്ജയിനിലുമൊക്കെ കുംഭമേള വരുന്നത്, എന്താണ് അതിന്റെ റിലവൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം പ്രസന്റ് ചെയ്യാം. വലിയ വീഡിയോ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ സമയം ഇതിന്റെ പുറകിൽ പോകുമ്പോൾ ആൾക്കാർക്ക് ഒരു മടുപ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരം ആസ്പെക്റ്റുകൾ ഇനി വിശ്വാസത്തിന്റെയും മറ്റേ സ്പിരിച്വൽ ആൻഡ് മറ്റേ ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള കുംഭമേളയുടെ ആസ്പെക്റ്റുകൾ അടുത്തൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. നന്ദി, നമസ്കാരം.